എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇതിൽ 1 മീറ്റർ തുണിയാണുള്ളത്. വീതി 45 ഇഞ്ച്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അത് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാം. ഇത് 2 സെക്ഷനായിട്ടാണ് തയ്ക്കുന്നത്. അതായത് യോക്ക് ആദ്യം മാർക്ക് ചെയ്യുക, പിന്നെ യോക്കിൻ്റെ താഴെ ഒരു ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ യോക്ക് ലെങ്ത്ത് വേണ്ടത് 13 ഇഞ്ചാണ്. അതുകൂടെ തയ്യത്തുമ്പും ഇവിടെ ബാക്ക് ഷോൾഡറിനും കൂടെ ചേർത്തിട്ട് 13 ഒരു 14.25 ഇഞ്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്പൺ കോളറാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് പട്ടിക്ക് നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ ഈ ലൈനും കൂടെ മാർക്ക് ചെയ്തതാണ്. അതിനുശേഷം ഇതിൻ്റെ ഷോൾഡർ ഡൗൺ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ വരച്ചാൽ മതി. നെക്ക് 14 ഇഞ്ചാണ്. നമ്മൾ അത് കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്താണ് 15. അപ്പോൾ അതിൻ്റെ 5-1 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അതേപോലെ നെക്ക് വരയ്ക്കുക. ഷോൾഡർ 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്ക് 7 ഇഞ്ച് 14 ഇഞ്ചാണ് റെഡി വേണ്ടത്. ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം നേരെ താഴേക്ക് വരയ്ക്കുക. ആംഹോൾ 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ജസ്റ്റ് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8 ഇഞ്ച്. അതുകൂടെ 2 ഇഞ്ച് കൂടുതലിടുക. തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ടാണ്. വേസ്റ്റ് വന്നിട്ട് ഇതൊന്ന് 1 ഇഞ്ച് കുറച്ചാൽ മതി. ഇവിടെ 10 ഇഞ്ച് വയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 9 ഇഞ്ച് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വെച്ചിട്ട് ആം ഹോൾ വരയ്ക്കുക. ഇവിടെ 13-1 14 ഇഞ്ച് തന്നെ മതി. നമുക്ക് ബാക്കിൽ കൂടുതൽ എടുത്താൽ മതി. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കും കൂടെ കട്ട് ചെയ്യാം. ബാക്ക് ഇതേപോലെ ഫ്രണ്ടിനേക്കാട്ടിൽ ഒരു 1/2 ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി. ഇവിടെ ഒരു 3/4 ഇഞ്ച് കൂടുതൽ വയ്ക്കുക. ഇവിടെ നമുക്ക് നെക്ക് 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ബാക്ക് കഴുത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഇവിടെ എത്ര ഉണ്ട് നോക്കുക. അത് തന്നെ ഇങ്ങോട്ടും വയ്ക്കുക. അതിനുശേഷം അതേപോലെ ബാക്ക് ആം ഹോൾ വരയ്ക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇങ്ങനെ ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. ആം ഹോൾ നമുക്ക് വേണ്ടത് 8.25 ഇഞ്ചാണ്. അതിനുശേഷം ഇവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇറക്കം വയ്ക്കുന്നത് 8 ഇഞ്ചാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, 1.5 ഇഞ്ച് മടക്കി അടിക്കുക. ആകെ 10 ഇഞ്ച് വയ്ക്കുക. ഇവിടെ നമ്മൾ 9 ഇഞ്ചാണ് ആകെ ഉള്ളത്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ച് കുറച്ച് വയ്ക്കാം. ഇതിൽ വന്നിട്ട് ഷർട്ടിൻ്റെ കാൽക്കുലേഷനാണ്. അതാണ് ഈ 3.5 ഇഞ്ച് നമ്മൾ കുഴിച്ച് എടുത്തിരിക്കുന്നത്. ബ്ലൗസിലാണെങ്കിൽ 3 ഇഞ്ചാണ് വേണ്ടത്. അതെങ്ങനെയെന്ന് പറയാം. അത് വന്നിട്ട് ചെസ്റ്റ് 32 ഇഞ്ചാണ്. അതിൻ്റെ 8-1
-1/2 ഇഞ്ചാണ് ഈ 3.5 ഇഞ്ച്. അതേസമയം ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ 8-1 -1 ഇഞ്ച് വയ്ക്കുക. അപ്പോൾ 3 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നിവർത്തി വെച്ചിട്ട് കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ പീസ് കോളറിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റാം. ഈ പീസ് വന്നിട്ട് 2 ലെയറാക്കിയിട്ട് അടിയിൽ ഫ്രില്ല് കൊടുക്കാം. അതായത് ഇതിൽ 13 ഇഞ്ചാണ് നമ്മൾ യോക്കിൽ വരുന്നത്. അപ്പോൾ ഏകദേശം 19 ഇഞ്ച് കിട്ടും. അതുപോലെ ഫ്രില്ല് വന്നിട്ട് ഗാദറിംഗ് ആണ്, ചെറുതായിട്ട് കൊടുക്കുള്ളൂ. ഇത് ഇതേപോലെ അടിയിൽ ഗാദറിംഗ് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കോളർ തയ്ക്കാം. അത് നമ്മളിത് അടിച്ചതിന് ശേഷം അളവ് നോക്കിയിട്ടാണ് കോളർ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ സ്ലീവ് റൗണ്ട് ഒന്ന് അടിച്ച് മാറ്റി വയ്ക്കാം. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒരു 3/4 ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഒരു 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതേപോലെ ഒപ്പം വെച്ചിട്ട് ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു അടയാളം ഇടാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരേക്കൊന്ന് അളന്ന് നോക്കുക. ഇത് 14 ഇഞ്ച് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോളർ 14 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. 4 ഇഞ്ച് വീതി വയ്ക്കാം. ഇത് നമ്മൾ ക്യാൻവാസിലാണെങ്കിൽ 3 ഇഞ്ച് വെച്ചാൽ മതി. അതുപോലെ 7 ഇഞ്ചാണ് റെഡി വേണ്ടത്. 7.5 ഇഞ്ച് വയ്ക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ വയ്ക്കുക. ഇവിടെ നമ്മൾ 4 ഇഞ്ച് വയ്ക്കുമ്പോൾ ഇവിടെ 3 ഇഞ്ച് വെച്ചാൽ മതി. അതായത് ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിൽ കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കുക. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അതുപോലെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതുപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒപ്പാക്കുക. ഇനി ഇതൊന്ന് ഒപ്പം കട്ട് ചെയ്ത് മാറ്റാം. ഈ ഫോൾഡ് ചെയ്യേണ്ട ഭാഗത്ത് ഒന്ന് അടയാളം ഇടുക. അതിനുശേഷം ഈ പീസ് ഇവിടെ വയ്ക്കുക. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ വയ്ക്കുക. എന്നിട്ട്
ഇവിടെ നിന്ന് മടക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. തയ്ച്ച് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ തയ്യത്തുമ്പിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഈ പീസ് ഇവിടെ കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ വന്നിട്ട് ഈ സിംഗിൾ പീസിലാണ് കട്ട് ചെയ്യേണ്ടത്. അത് തയ്യത്തുമ്പ് എത്രയാണോ പിടിക്കുന്നത് അത്ര കട്ട് ചെയ്യുക. അതിനുശേഷം അതേപോലെ നേരെ അടിച്ചിട്ട് വരിക. അത് ഒരു സിംഗിൾ പീസിലാണ് തയ്ക്കേണ്ടത്. ഇവിടെ അതേപോലെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക. അതിനുശേഷം ഇത് അടിമറിച്ചെടുക്കുക. ഇനി ഈ അടിയിലത്തെ പീസ് ഇതിനോടൊപ്പം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ തയ്യത്തുമ്പ് ഇതേപോലെ മടക്കിയിട്ട് അടിച്ചു വരിക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കാം. ഇവിടെ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ കോളർ ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സ്ലീവ് ഇതേപോലെ ഒപ്പം വച്ചിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ വന്നിട്ട് ഈ ജോയിൻറ്റിലല്ല, നമ്മൾ ബാക്ക് 1 ഇഞ്ച് അധികം ഇട്ടതുകൊണ്ട് ഇവിടെയാണ് വരിക. ഈ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ വരിക. സ്ലീവ് ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് ആം ഹോൾ കുറച്ച് കുറവ് വരുന്നുണ്ട്. ഒരല്പം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഫ്രണ്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങോട്ട് കട്ട് ചെയ്യേണ്ട, ഇതുവരേക്കും കട്ട് ചെയ്താൽ മതി. ഇനി അതേപോലെ ബാക്കിലും കട്ട് ചെയ്യാം. ഇനി ഇത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടത്തിലേക്കുള്ള ഗ്യാതറിങ് കൊടുക്കാം. പിന്നെ ഇതേപോലെ നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കുക. ഒരു 1/4 ഇഞ്ചിൽ അടിച്ചാൽ മതി. ഇനി ഇവിടെ ഒരു ലോങ് തയ്യലിടുക. ഇത് നമുക്ക് ബാക്കിൽ കൊടുക്കാം. ഇതേപോലെ കറക്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഈ അധികം വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതേപോലെ ഫ്രണ്ടിലും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലേക്കുള്ളത് ഗ്യാതറിങ് ചെയ്തെടുക്കുക. പക്ഷെ ഫ്രണ്ട് നമുക്കിതൊന്ന് സെൻറ്റർ കട്ട് ചെയ്യണം, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട്. അതുപോലെ ഇവിടെ ഒരു 3 ഇഞ്ച് നമുക്കിവിടെ ഫോൾഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മളിവിടെ ഗ്യാതറിങ് ചെയ്യാൻ. ഇവിടെ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കാം. ഇനി വന്നിട്ട് ഇവിടെ അടിക്കുക. ചെറിയ ഇത് കൊടുത്താൽ മതി, ഉള്ളത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല.
ഇവിടെ ഒരു 3 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് തയ്ക്കുക. ഇതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതേപോലെ തയ്യെത്തുമ്പോൾ മുകളിലേക്ക് വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു മേൽത്തൈലിടുക. അപ്പോൾ അതേപോലെ മേൽത്തൈലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി. ഒരു തൈലും കൂടി ഇടാം. ഇനി ഇതേപോലെ അടുത്ത സൈഡ് തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ സൈഡിലൊരു തൈലിടാം. അതിവിടെ നമ്മൾ 3 ഇഞ്ച് നേരത്തെ പട്ടിക്ക് മടക്കിയിട്ടുണ്ട്. അതേ 3 ഇഞ്ച് ഒപ്പം വയ്ക്കുക. ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇവിടെ നിന്ന് ഇതുവരേക്കും തയ്ച്ചെടുക്കുക. ഇവിടെ എത്തിയിട്ട് ഈ കോളറിലെ തൈലേക്ക് ചേർത്തടിച്ചാൽ മതി. ഇതേപോലെ ഇവിടെ നിന്ന് തയ്ച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ കോളറിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതുപോലെ ഇവിടെയും തയ്ക്കാം. ഇനി ഇതേപോലെ വെച്ചിട്ട് ഇവിടെ ഒരു 3-4 ബട്ടൺസ് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.